നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും കേസും അതിന്റെ തൊട്ടു പിന്നാലെ ആര്യയുടെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവ് MLA പ്രതികരണത്തെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പൂർണ്ണമായും രാഷ്ട്രീയം മാറ്റിവെച്ച് പരിശോധിച്ചാൽ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ചീത്ത പറയാൻ മാത്രം തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും MLA ആയിട്ടുള്ള സച്ചിൻ ദേവിനും അധികാരത്തിന്റെ ഗർവും പിൻബലവും ഉണ്ട് എന്ന് നമുക്ക് വിമർശനത്തിന് വേണ്ടിയെങ്കിലും കരുതാം. പക്ഷേ പിന്നാലെ യദുവിനെതിരെ പരാതിയുമായി സിനിമാ താരം റോഷ്ന ആൻഡ്രോയ് രംഗത്തെത്തിയത്. പക്ഷേ റോഷനയ്ക്കെതിരെയും കടുത്ത സൈബർ അറ്റാക്കുകൾ വന്നത്. ഒരു സിനിമാ നടിക്ക് ഇത്തരമൊരു കാര്യത്തിൽ എന്ത് ഗുണമാണ് യദുവിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഉള്ളത് എന്നത് പോലും ചിന്തിക്കാതെ അവരെ സൈബർ അറ്റാക്ക് നടത്തുന്ന അവസ്ഥയാണ് കേരളത്തിലുണ്ടായത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നും താൻ തൃശൂർ റൂട്ട് വഴി പോകുന്ന ബസ്സിലെ ഡ്രൈവറാണെന്നും പിന്നെ എന്തിനാണ് കുന്നംകുളം വഴി പോകുന്നതെന്നുമുള്ള യദുവിന്റെ വാദം സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. രാഷ്ട്രീയമാണ് ഈ ഏറ്റെടുക്കലിന് പിന്നിൽ എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഒറ്റ നോട്ടത്തിൽ ആർക്കും ശരിയല്ലേ എന്ന് തോന്നുന്നതുമാണ് യദുവിന്റെ ഈ വാദം. എന്നാൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ജൂൺ 19 കുന്നംകുളം റൂട്ടിൽ വെച്ച് RPE 492 നമ്പർ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ തന്നോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ പറഞ്ഞ ദിവസം അന്ന് RPE 492 നമ്പർ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ യദുവാണെന്നും തിരുവനന്തപുരത്ത് നിന്ന് ജൂൺ 18 ഡ്യൂട്ടി നമ്പർ 116 പുറപ്പെട്ട RPE 492 തിരുവനന്തപുരം വഴിക്കടവ് ബസ് തിരികെ 19-ാം തീയതി വഴിക്കടവ് നിന്നും പെരിന്തൽമണ്ണ കുന്നംകുളം വഴിയാണ് തൃശൂരിൽ എത്തിയതെന്നും KSRTCയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് റോഷ്ന പരാതി പറഞ്ഞ ദിവസം സമയം ബസ്സിലെ ഡ്രൈവർ യദു ആയിരുന്നു എന്നത് തെളിവ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയാണ് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനുള്ളത്. ഡ്രൈവർ എന്ന നിലയിൽ ആളുകളോട് മോശമായി പെരുമാറുക, അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുക തുടങ്ങിയ മുൻ പരാതികളിലെ പോലീസ് കേസും ഇപ്പോഴത്തെ ആര്യ രാജേന്ദ്രന്റെയും റോഷ്നയുടെയും സംഭവങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഡ്രൈവർ യദുവിന്റെ അടുത്ത് കാര്യമായ പാകപ്പിഴകൾ ഉണ്ടായോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബവുമായി ഒരു സ്വകാര്യ ആശുപത്രി ആവശ്യത്തിന് പോയി വരുന്ന MLAയും മേയറും ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഡ്രൈവറോട് സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ പെരുമാറ്റ രീതി മോശമായതിനാലാണ് എന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. MLAയെയും മേയറെയും സിനിമാ താരത്തെയും ഒക്കെ മാറ്റി നിർത്തുക. പല ബസ് ഡ്രൈവർമാർക്കും സാധാരണക്കാരായ ആളുകളോട് തട്ടിക്കയറുന്നതും ചൂടാവുന്നതും റോഡ് സ്വന്തം തറവാട്ട് വകയാണ് എന്ന രീതിയിലുള്ള ഡ്രൈവിങ്ങും കണ്ട് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയും കേരളത്തിലുണ്ട് എന്നത് നാം വിസ്മരിക്കാതെയും ഇരിക്കുക. ഇതിൽ തന്നെ എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെയല്ല. എന്നാൽ ചില ഡ്രൈവർമാർ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നതും പ്രത്യേകം ഓർക്കണം. ആരോട് വേണമെങ്കിലും തട്ടിക്കയറാനും അപമര്യാദയായി പെരുമാറാനുമുള്ള അവകാശം തനിക്കുണ്ട് എന്ന നിലയിൽ ഈ ഡ്രൈവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചില രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാത്രം, അതായത് അപ്പുറത്ത് ആര്യയും സച്ചിൻ ദേവും മാത്രം ഉള്ളത് കൊണ്ട് അയാൾ സംരക്ഷിക്കപ്പെട്ടുകൂടാ. ഈ വിഷയത്തിൽ ഉണ്ടായ സ്ത്രീ വിരുദ്ധതയും അപമര്യാദ പെരുമാറ്റത്തിന്റെയും ഒക്കെ ഗൗരവം ചർച്ച ചെയ്യുന്നതിനപ്പുറം വെറും രാഷ്ട്രീയ പോർവിളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ഇവിടെ നടക്കേണ്ടത്. കൃത്യമായ അന്വേഷണം നടത്തുക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ഇല്ലെങ്കിൽ അയാളുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. സൈബർ പോരുകളല്ല, ഇത്തരം മര്യാദകളാണ് പ്രമുഖ മലയാളിയുടെ അടുത്ത് നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം റോഡിലിറങ്ങുന്ന മറ്റുള്ളവരുടെയും ജീവനും അഭിമാനത്തിനും വിലയുണ്ട് എന്നതുകൊണ്ട് തന്നെ.